ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു രജീഷ് കിച്ചൺ ആൻഡ് വ്ലോഗ്. രജീഷ് കിച്ചൺ ആൻഡ് വ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി അതായത് ഒരു സ്പെഷ്യൽ പുളിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോണത്. വെജിറ്റബിൾ പുളിശ്ശേരി. കുറച്ച് വെജിറ്റബിളും തൈരൊക്കെ ഉപയോഗിച്ചിട്ട് അടിപൊളി ഒരു പുളിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കൂടാതെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് വെജിറ്റബിൾ പുളിശ്ശേരി തയ്യാറാക്കാം. അപ്പോൾ വെജിറ്റബിൾ പുളിശ്ശേരി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിളൊക്കെയാണ് ഞാൻ ഈ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 കുക്കുംബറും അതുപോലെ 2 പഴുത്ത തക്കാളിയും 1 കുമ്പളങ്ങയും 10 പച്ചമുളകും കൂടാതെ നമ്മൾ കടു വറുക്കാനുള്ള സാധനങ്ങളും 1 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തൈര്, അതുപോലെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വെജിറ്റബിൾ പുളിശ്ശേരി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു പാത്രം, ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അത് അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് അതിലേക്ക് ഇട്ടു. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഞാൻ 5 പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആവശ്യമായിട്ടുണ്ട്. കറിവേപ്പില നമ്മൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനം നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് നമ്മൾ ബീഫൊക്കെ വയ്ക്കുമ്പോൾ ഫ്രൈ ആക്കുന്ന പോലെ അത്രയൊന്നും ഫ്രൈ ആക്കണ്ട. ചെറിയൊരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്ക് ഫ്രൈ ആക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരും. ഇപ്പം നന്നായിട്ട് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ പഴുത്ത 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പഴുത്ത തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 3 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ വലുപ്പമുള്ള സവാളയല്ല, ഒരു മീഡിയം സൈസുള്ള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബർ ചേർത്ത് കൊടുക്കാം. 2 കുക്കുംബറാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നമ്മുടെ സലാഡിനൊക്കെ ഉപയോഗിക്കുന്ന സൈസ് കുക്കുംബറാണിത്. ഇതിൻ്റെ തൊലി നമ്മൾ ചെത്തി കളഞ്ഞതിന് ശേഷം വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങയുടെയും തൊലി നമ്മൾ കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ചെറിയ ചൂടിൽ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ വെജിറ്റബിൾ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഇതിനെ ഒന്ന് ഇളക്കി ഇതൊന്ന് വേവാൻ വേണ്ടി വെക്കാം. ഈ വെജിറ്റബിളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തൈര് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തൈര് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3/4 കിലോ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3/4 കിലോ തൈരിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ വെള്ളവും തൈരും കൂടെ നന്നായിട്ട് മിക്സായിട്ട് നല്ലൊരു ഈ കാണുന്ന ഒരു പരുവത്തിലേക്ക് നമുക്ക് അതിനെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ തൈര് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കറി നോക്കാം. നമ്മുടെ കറി വെജിറ്റബിളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒരു കാരണവശാലും ഓണാക്കി വെക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാവൂ. ഇപ്പോൾ നമ്മൾ തൈര് മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ചു. ഇനി നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം.
വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പരീക്ഷിക്കുക. ഒരു പാത്രം ചോറ് കഴിക്കാൻ ദേ ഒരൊറ്റ കറി മാത്രം മതി. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ. അയ്യവ.